വാർത്തയിലേക്ക് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്തയാൾ ബംഗ്ലാദേശ് സ്വദേശിയെന്ന് പോലീസ്. ഇന്ത്യയിലെത്തിയ ശേഷം പ്രതി വിജയ്ദാസ് എന്ന് പേര് മാറ്റുകയായിരുന്നു. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കടന്നത് കവർച്ചയ്ക്ക് തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജീന മട്ടന്നൂർ വിവരങ്ങൾ നൽകും. ജീന, പ്രതിയെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? ദിവ്യ, ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുന്നത് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച മുഖ്യപ്രതി ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നതാണ്. അദ്ദേഹത്തിന് 30 വയസ്സാണ്. മുഹമ്മദ് ഷെരീഫുൽ എന്നാണ് യഥാർത്ഥ പേര്. 5 മാസങ്ങൾക്ക് മുൻപാണ് പ്രതി മുംബൈയിലെത്തുന്നത്. പിന്നീട് വിജയ്ദാസ് എന്ന പേര് മാറ്റി ബംഗ്ലാദേശ് ഐഡന്റിറ്റി മറച്ചുവെച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. കൃത്യം നടത്തിയ ശേഷം പ്രതി മുംബൈ വിടാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ തന്റെ ഫോട്ടോ ടിവികളിലെല്ലാം പ്രചരിക്കുന്നത് കണ്ട് ഭയന്ന പ്രതി ലേബർ ക്യാമ്പിലേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്നാണ് പ്രതിയെ താനെ പോലീസ് പിടികൂടുകയും ചെയ്തത്. ഏതായാലും ഒരു കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതി സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കയറിയത് കവർച്ചയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഏതായാലും 5-6 മാസങ്ങൾക്ക് മുൻപ് മുംബൈയിലെത്തിയ പ്രതി ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി വിഷയത്തിൽ അറിയാനുള്ളത്. പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് കുറ്റകൃത്യം നടത്തിയത്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ. കുറ്റം സമ്മതിച്ചിട്ടില്ലേ? പ്രതി ആദ്യം തന്നെ കുറ്റം സമ്മതിച്ചു. താനാണ് കൃത്യം നടത്തിയതെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം പോലീസിന് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമായിരുന്നു. പ്രതിയുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടിയിരുന്നു. അതിനുള്ള ഒരു താമസമായിരുന്നു. ശേഷം 9 മണിക്കാണ് അന്വേഷണ സംഘം വാർത്താ സമ്മേളനം നടത്തി പ്രതിയെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ജീന മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കവർച്ച തന്നെയായിരുന്നു പ്രതിയുടെ ഉദ്ദേശം. ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതിയെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ.